സകല ഗുലാബി ഫുഡ് ബ്ലോഗിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാദ്യമായിട്ടാണ് ഫുഡ് ബ്ലോഗ് ചെയ്യുന്നത് സകല ഗുലാബിയിൽ. ഇതിൽ ഞാനിപ്പോൾ ആദ്യം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സംഗതി ഒരു സകല ഗുലാബി പൊറോട്ടയാണ്. അപ്പോൾ ഇതെന്താ സകല ഗുലാബി പൊറോട്ട പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെല്ലാം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിലുണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങുണ്ട്, പിന്നെ സ്പിനാച്ചുണ്ട്, ബാക്കി കസൂരി മേത്തി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അപ്പോൾ പിന്നെ കുറച്ച് ജീരകം, കായം, കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ആട്ടയിൽ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എല്ലാം ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്. ഒരു ഇത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കസൂരി മേത്തി, ജീരകം, ഇതാണ് ചീര അല്ലെങ്കിൽ നമ്മുടെ വന്നിട്ട് ഇംഗ്ലീഷ് സ്പിനാച്ച്. ഇത് 2 ഉരുളക്കിഴങ്ങ് വലുത് നോക്കിയിട്ട് എടുത്തിരിക്കുന്നത് 2 ഇത് കായപ്പൊടി വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമ്മളതിലെന്ത് ചെയ്യും, മിക്സ് ചെയ്യുമ്പോൾ എണ്ണ മിക്സ് ചെയ്യും. ഞാനതിൽ എണ്ണ മിക്സ് ചെയ്യുന്നത് ഓയിലായിട്ട് മിക്സ് ചെയ്യുന്നത്, ഞാൻ മിക്സ് ചെയ്യുന്നത് നമ്മുടെ ഒലീവ് ഓയിലാണ്. നമുക്ക് ഏത് ഓയിൽ വേണം ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കാം. പക്ഷേ അത് തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉണ്ടാക്കാൻ പോകുന്ന ഇത്. ഇനി എങ്ങനെയാണ് ഇത് മിക്സ് ചെയ്യുക, എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ആട്ട എടുക്കുകയാണ്. ഞാൻ ഈ ഒരു കപ്പിലെടുക്കുന്നത്. ഈ ഒരു കപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഏകദേശം ഇപ്പോൾ ഒരു 100 ഗ്രാം കാണുമെന്ന് തോന്നുന്നു. 100 ഉണ്ടാവും ഈ ഒരു കപ്പിൽ. ഓക്കെ, അപ്പോൾ ഇതിന് ഞാനിപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 5 കപ്പ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ മാവ് എടുത്തു. 6 കപ്പ് എടുത്തിട്ടുണ്ട്. 5 എന്ന് പറഞ്ഞു 6 കപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൽ മിക്സ് ചെയ്യാം. ആദ്യം ഞാൻ കുറച്ച് ഇതാണല്ലോ, ഒരു ടീസ്പൂൺ ഇതിട്ടു, വെളുത്തുള്ളി ഇട്ടു. ഇതൊക്കെ ഡ്രൈ ആയിട്ട് ഇടണം ആദ്യം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് മിക്സ് ആവില്ല. 1 ഇട്ടു, 2 ഇട്ടു. ഇഞ്ചി ഒരു ഇതിട്ടു, ഒരു 2 സ്പൂൺ ഇട്ടു. കസൂരി മേത്തി ഏകദേശം എത്ര ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 സ്പൂൺ ഉണ്ടാവും, 1-2 സ്പൂൺ ഉണ്ടാവും, അതിട്ടു. പച്ചമുളക് ഒരു 4 അല്ലെങ്കിൽ ഒരു 3 4 ഇട്ടു, അതിട്ടു. ജീരകം, ചെറിയ ജീരകമാണ്, ഒരു അര സ്പൂൺ ഇട്ടുണ്ട്. ഇനി ഉപ്പ് ഒരു ആവശ്യത്തിന്, ഞാനൊരു 2 സ്പൂൺ ഇട്ടുണ്ട്, 2-2.25 സ്പൂൺ ഇട്ടുണ്ട്. ഉപ്പിട്ടു. ഇനി സ്പിനാച്ച് ഉണ്ടല്ലേ, ഒരു പിടി, ഒരു 1-1.25 പിടി ഉണ്ടാവും ഇതിൽ. ചീര, പച്ചച്ചീര, ചുവന്ന ചീരമാണ്, ചുവന്ന ചീര ഇടുക, ഏത് ചീരമാണോ ഉപയോഗിക്കുക അതിൽ. ഇതൊക്കെ കൂടി ഇട്ടിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഡ്രൈ ആയിട്ട് ആദ്യം നല്ല മിക്സ് ചെയ്യണം. ഡ്രൈ ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഉപ്പ്, ഇതിൽ പച്ചമുളക്, ഇഞ്ചി, ഈ വെളുത്തുള്ളി, പിന്നെ നമ്മുടെ കസൂരി മേത്തി ഡ്രൈ ആയിട്ടുള്ളത്, ഇതെല്ലാം കൂടി നല്ല മിക്സ് ആവും. മിക്സ് ആയതിനു ശേഷം വന്നിട്ട് മിക്സ് ആകുമ്പോഴാണ് ഇത് നല്ല പിടിക്കുന്നില്ല. ഓക്കെ, ഉപ്പെല്ലാം കൂടി നന്നായിട്ടൊന്ന് പിടിച്ചതിന് ശേഷം വന്നിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആദ്യം ഞാൻ ലൈറ്റായിട്ട് ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളമാണ്, ലൈറ്റ് ചൂടാണ്. അതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം പറഞ്ഞു, കുറച്ച് കായംപൊടി നമ്മളെന്തിനായി കായ ഇടണമെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ടല്ലോ, അതിൻ്റെ ഗ്യാസ് പെട്ടെന്ന് ചിലവർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇതാവാൻ വേണ്ടിയിട്ടാണ് ഇത് കായ ഇടുന്നത്. ഒരു അര സ്പൂൺ ഇട്ടിട്ടുണ്ട്.
കായംപൊടി അതിന് ശേഷം നമ്മൾ ഇട്ടത്. അപ്പോൾ അത് ഒന്നും കൂടി മിക്സ് ചെയ്തു. കായംപൊടി നല്ല സ്മെല്ല് വരുന്നുണ്ട് കായത്തിൻ്റെ. അത് മിക്സായതിനു ശേഷം വന്നിട്ട് നമുക്ക് കുറച്ച് എണ്ണ, ഒലീവ് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒലീവ് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറച്ച് ഒലീവ് ഓയിൽ അങ്ങനെ ഒരു ഏകദേശം ഇപ്പോൾ ഞാൻ ഒഴിച്ചത് ഏകദേശം വന്നിട്ട് അപ്പോൾ ഈ ഒരു ഇതിൽ ആണല്ലേ, ഇതിന് ഈ പാത്രത്തിന് ഒരു പാത്രം ഉണ്ടാവും. ഉണ്ടെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂൺ. എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ നല്ലൊരു സ്റ്റിക്കി ആവാതിരിക്കാനും പിന്നെ നല്ലൊരു ഇത് കൊടുക്കാനും കോട്ടിങ് കൊടുക്കാനും പിന്നെ അത് ഉള്ളിൽ ഇതാവുമ്പോൾ നല്ല വേവാനും എല്ലാം ഒരു ടേസ്റ്റ് ഒരു ഡിഫറെൻറ്റ് ഇതിൻ്റെ എല്ലാ ടേസ്റ്റിൻ്റെയും വന്നിട്ട് നമുക്ക് ഇതാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ സ്ഥിരം ചെയ്യാറുള്ളതാണ്. സ്ഥിരം വീട്ടിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഹോബിയായിട്ട് ഞാൻ ചെയ്യാറുള്ളതാണ്. പലതും പരീക്ഷിക്കേണ്ട കൂട്ടത്തിലുള്ള ഒരു പരീക്ഷണമാണിത്. പല ഫുഡും ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പല ആൾക്കാരും പലതിലും ഓരോരുത്തരും ഓരോ വിധത്തിൽ ചെയ്യുമ്പോൾ അതിനെ ഡിഫറെൻ്റായിട്ട് നമുക്കെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പരീക്ഷണങ്ങളിലൂടെയാണ് ഞാനിത് കണ്ടെത്തിയത്. അപ്പോൾ നമ്മൾ ഇതായതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് ചൂടുവെള്ളമാണ് ഇത്. പക്ഷേ അത്ര ചൂടില്ല, ലൈറ്റായിട്ട് ചൂടുണ്ട്. ലൈറ്റായിട്ട് ചൂടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യം വേണമെങ്കിൽ ഇങ്ങനെ സെൻറ്ററിൽ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചെറുതായിട്ടൊരു ഒരു ഗ്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കണം. ഏകദേശം ഒരു ഗ്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യുക, ഏകദേശം ഇപ്പോൾ ഒരു ഗ്രിപ്പായി തുടങ്ങി. ഇപ്പോൾ ഗ്രിപ്പായി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഈ ഉരുളക്കിഴങ്ങിന് ഇതൊക്കെ നല്ല ബോയിലായ ഉരുളക്കിഴങ്ങാണ്. കയ്യിൽ തന്നെ ഇട്ടിട്ട് നല്ല ഇത് ചെയ്യുക, സ്മാഷ് ചെയ്തിട്ട് ഇതുണ്ട് നല്ല സ്മാഷ് ചെയ്യുക. അപ്പോൾ ഇതിലൊരു കുറച്ച് വാട്ടർ കണ്ടൻറ്റ്മാരുണ്ടാവും. നല്ല ബോയിലായതല്ലേ, ഇട്ടിട്ട് മിക്സ് ചെയ്യുക. അടുത്തെടുത്തു, അതും ഇതേമാതിരി പൊട്ടിച്ചു നല്ല സ്മാഷ് ചെയ്യുക കയ്യിൽ. അതിൽ തന്നെ ഇട്ടിട്ട് സ്മാഷ് ചെയ്യുക. ഓൾറെഡി ഒരു വാട്ടറൊക്കെ ആയിട്ട് അത് ഓൾറെഡി ഒരു ഇതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ എന്ത് ചെയ്യും, നമുക്കിനി എത്ര വാട്ടർ ഒഴിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഏകദേശം വരും. എന്നിട്ട് നല്ല മിക്സ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നല്ല മിക്സ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല. ആദ്യം ഒഴിച്ച ആ വെള്ളം ലൈറ്റായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്തില്ലേ, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അളന്ന കപ്പിന് ഒരു 1.5 കപ്പ് ഒഴിച്ചിട്ടുണ്ടാവും. അത്രയേ ഉണ്ടാവുള്ളൂ. അതിന് മേലെ ഒന്നും ഒഴിച്ചിട്ടില്ല. ബാക്കിയൊക്കെ ഈ പൊട്ടാറ്റോ ഇട്ട് കഴിഞ്ഞാലും നമ്മൾ ആ ചീര ഇട്ട് കഴിയുമ്പോഴും അതിൻ്റെ ഉള്ള വാട്ടർ കണ്ടൻറ്റാണ് ഇതിൽ ഇതായിരിക്കുന്നത്. പിന്നെ ആ ഓയിലും എല്ലാം കൂടി ചേർത്തിട്ടുള്ളതാണ് ഇതായിരിക്കുന്നത് അല്ലേ. എത്രയും നല്ലതായിട്ടുണ്ട് കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം കണ്ടോ, നല്ല ഇതായിട്ടുണ്ട്, മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്നും ചെയ്യേണ്ട, നേരെ വന്നിട്ട് ഞാൻ ഇതിന് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാറുണ്ട് എപ്പോഴും. അന്ന് ഞാൻ എന്ത് ചെയ്യുക, ഇതിനെ ഇനിയിപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതേ ഒലിവ് ഓയിലിനെ കുറച്ച് ഒഴിക്കുന്നുണ്ട്. അറിയാം, ഇപ്പോൾ ഞാൻ സ്ഥിരം ചെയ്തുകൊണ്ട് എനിക്ക് ഐഡിയ ഉണ്ട്. ഇതിൽ ഏകദേശം ഒരു 1.5 സ്പൂൺ ഉണ്ടാവും, ഇത്രയേ ഉണ്ടാവുള്ളൂ. അതിന് മേലെ ഒരു ഡ്രോപ്പ് ഉണ്ടാവില്ല. അതിൽ നമുക്ക് സ്ഥിരം ചെയ്യുന്നതുകൊണ്ടുള്ള ഐഡിയ. അപ്പോൾ നല്ല ഒരു ബാലൻസ് ചെയ്ത് മസാജ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് നല്ല മിക്സ് ചെയ്ത് മേലെ ഒന്ന് തടവി കൊടുത്ത് ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിതൊരു തുണി ഇട്ടിട്ട് മൂടി വയ്ക്കാം. നല്ലൊരു നനച്ച തുണിയാണ്, കോട്ടൻ്റെയാണ്. ഈ കോട്ടൻ്റെ തുണി വെച്ചിട്ട് നമ്മൾ നന്നാക്കിയിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നും ചെയ്യേണ്ട, ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പരത്തി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ അത് റാപ്പ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. നോക്കട്ടെ, നല്ല മിക്സായിട്ട് നല്ല വന്നിട്ട് സെറ്റായിട്ടുണ്ട്.
അരമണിക്കൂർ കഴിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ഇത് ചെയ്തിട്ട് മിക്സപ്പ് ചെയ്യുക. മിക്സപ്പ് ചെയ്തിട്ട് റെഡിയാക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കുറേ ഇടാം. ഇട്ടിട്ട് ഇതിനെ നമുക്ക് ചെറിയ ഒരു ഇതാക്കിയെടുക്കാം. ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബോളാക്കി മാറ്റും. അതിന് ഞാൻ ഏകദേശം കൊണ്ടില്ലേ ഈ സൈസിലെടുത്തിരിക്കുന്നത്. കുറച്ച് കട്ടിയിൽ പരത്താം എന്നുള്ള ഐഡിയയിലാണ്. അപ്പോൾ ബോളെല്ലാം പിടിച്ചു. അതിൻ്റെ മൊത്തത്തിൽ അവിടെ ഇരിക്കുന്നു. ഞാൻ പരത്തുമ്പോൾ ചില സമയത്ത് അധികം വന്നിട്ട് ഞാൻ ഈ ഒരു സ്റ്റോണിലാണ് പരത്താറ്. ഈ സ്റ്റോണിൽ പരത്തുമ്പോൾ എന്താ പറയുന്നത്, ഇതൊരു മാർബിളിൻ്റെ സ്റ്റോണാണ്, മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. കുഴപ്പമില്ല, നല്ല സ്റ്റോൺ ആയതുകൊണ്ട് സ്റ്റിക്ക് ചെയ്യില്ല, ഒട്ടിപ്പിടിക്കില്ല. ഞാൻ എന്ത് ചെയ്യും, അധികം വന്നിട്ട് ഈ പൗഡർ ഉപയോഗിക്കാറില്ല. നമ്മുടെ ഡ്രൈ പൗഡർ, ആട്ട പൗഡർ ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കാണ്ട് ഡയറക്റ്റായിട്ട് ഇങ്ങനെ പരത്തും. അപ്പോൾ അതിൻ്റെ ഓയിൽ കണ്ടൻറ്റ് ഓൾറെഡി ഉണ്ടല്ലോ, ആ ഓയിൽ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് സ്റ്റിക്ക് ചെയ്യാൻ ചാൻസസ് വളരെ കുറവാണ്. ഞാൻ കുറച്ച് തിക്കായിട്ടാണ് ഇത് പരത്തുന്നത്. ആണല്ലേ, കുറച്ച് തിക്കായിട്ടാണ് പരത്തിയിരിക്കുന്നത്. ഒരെണ്ണം കൂടി കാണിക്കാം. നമുക്ക് ഒരെണ്ണം ഇങ്ങനെ ഞാനെല്ലാം മൊത്തം ഇങ്ങനെ പരത്തിയിട്ട് ആണ് ചെയ്യാറ്. ഓരോന്നോരോന്നായിട്ട് ഒരു 4-5 എണ്ണം പരത്തി വയ്ക്കും, എന്നിട്ട് ഒന്നായിട്ട് ചെയ്യാറുണ്ട്. ഒട്ടിപ്പിടിക്കാൻ വളരെ ചാൻസ് കുറവാണ്. കാരണം ഓൾറെഡി നമ്മൾ ഓയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് അതിൽ, അതുകൊണ്ട് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് നമ്മൾ പൗഡർ അധികം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം തരക്കേടില്ലാത്ത ഒരു ഉണ്ടോ കട്ടി ആണല്ലേ, അധികം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് അധികം പൊടി ഞാൻ ചേർക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ചേർക്കാം. പൊടി ചേർത്തിട്ടും പരത്താം. പൊടി ചേർത്ത് പരത്താണെങ്കിൽ ടെൻഷനില്ല. നമുക്ക് വന്നിട്ട് കല്ല്, എങ്ങനത്തെ കല്ലായാലും പൊടി ചേർത്തി പരത്താം. പൊടി ചേർത്ത് ഞാൻ പരത്തി കാണിച്ചു തരാം. അതും ചെയ്യാം. കുറച്ച് തിക്കായതുകൊണ്ടാണല്ലേ, തിക്കാണ്, അതുകൊണ്ട് പൊടി ചേർത്തി പരത്താം. പൊടി ചേർത്തിയാലും യാതൊരു കുഴപ്പവും വരില്ല. രണ്ട് സൈഡിൽ നല്ല ഇതാക്കിയിട്ട് പൊടിയാക്കിയിട്ട് ഇങ്ങനെ ആക്കിയും പരത്താം. ഈ ഒരു തിക്നെസ് കൊടുക്കുന്നുണ്ട്. ഈ തിക്നെസ് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ നല്ലൊരു ഫ്ലഫി ആയിട്ട് വരാൻ അധികം നല്ല ചാൻസ് ഉണ്ട്. ഓയിൽ പൊടിയില്ലാതെ ഒന്ന് പരത്താം. എങ്ങനെ വേണമെങ്കിലും പരത്താം. നമ്മൾ കാരണം ഇതിൽ ആ ഓയിൽ മിക്സ് ചെയ്തുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും പരത്താം. അപ്പോൾ അങ്ങനെ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ കുറേ എണ്ണം ഉണ്ടാക്കി വെച്ചു. ഇത് കണ്ടില്ലേ, ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എത്ര ആവശ്യമുണ്ടോ അത്ര ആവശ്യത്തിന് കുറച്ചിങ്ങനെ എണ്ണ ഇതാക്കി കൊടുക്കുക. കൊടുത്ത് ഒന്ന് മറിച്ച് കൊടുക്കുക. ഫ്ലഫി ആയിട്ട് വരുന്നില്ലേ, നല്ല പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്ലഫി ആയിട്ട് വരും. അതിന് കുറച്ചും കൂടി എണ്ണങ്ങ ഒഴിക്കാം. നമ്മുടെ ആവശ്യത്തിന് എത്ര വെള്ളം ഒഴിക്കാം, നമ്മുടെ ആവശ്യത്തിന്. ഉണ്ടോ, ഒരു ഭാഗം നല്ല ഇതായി. അപ്പോൾ ഉണ്ട് ഇതിലത്തെ ഓരോരോ ഇത്
ഉള്ളിലിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണുന്നുണ്ടോ? ഇതൊക്കെ ഇതിനുള്ളിലാണ്. വേറൊരു മെത്തേഡിലും ചെയ്യും, പക്ഷേ ഇതൊരു ഈസി മെത്തേഡായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇനി ഇതേമാതിരി ഓരോന്നോരോന്ന് ഉണ്ടാക്കിയെടുക്കുക. എല്ലാം പരത്തി വെച്ചിരിക്കുകയാണ്. അതൊക്കെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആ സ്പിനാച്ചിൻ്റെ ഇതൊക്കെ ടെക്സ്ചറൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അതിനുള്ളിലെല്ലാം ഉണ്ട്. എല്ലാം നമ്മൾ ഇട്ടുള്ള ഇൻഗ്രീഡിയൻറ്റൊക്കെ അതിനുള്ളിലുണ്ട്. ടർമറിക് പൗഡർ ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ, പക്ഷേ അങ്ങനത്തെ ആവശ്യമില്ല. അങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ആവും ടർമറിക്കിൻ്റെ. അങ്ങനെ നമ്മുടെ പൊറോട്ടയ്ക്കായി എല്ലാം റെഡിയായി. എല്ലാം ഓരോന്നായിട്ട് ഉണ്ടാക്കി വെച്ചു. ഓൾ ഫാമിലിക്ക് കഴിക്കാം. ഓക്കെ, എല്ലാം തായി. ഇനി ഇത് നമുക്ക് റൈത്ത കൂട്ടി കഴിക്കാം. റൈത്ത കുക്കുംബറൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഒനിയനൊക്കെ ഇട്ട് റൈത്ത ഉണ്ടാക്കിയിട്ട് അച്ചാർ കൂട്ടി കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് വെറും അച്ചാർ കൂടി കഴിക്കാം. അങ്ങനെ എങ്ങനെ വേണം കഴിക്കാൻ പറ്റുന്നൊരു ഇതാണത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ, എന്തെങ്കിലും എന്താവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.